എന്നിട്ട് ട്രംപച്ചായ എണീറ്റ് വന്നപ്പോൾ പുള്ളിക്ക് തോന്നി ഇങ്ങനെ. ഇന്നലെ അദ്ദേഹം പറയണ്ടായി, മിനറൽസ് ആൻഡ് മെറ്റൽസ് ചൈന ഞങ്ങൾക്ക് കയറ്റി തന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ 200% ടാക്സ് ചൈനയ്ക്ക്. ഇയാളിന്ന് കളിപ്പാട്ടാണ് വിൽക്കുന്നത് ഈ മാർക്കറ്റിൽ. മറ്റേ പാവ തന്നില്ലെങ്കിൽ ഞാനിന്ന് ചോറ് തരില്ല. നിങ്ങളിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ഷർട്ടിനെ കുറിച്ചാണെങ്കിൽ ഒരു കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഷർട്ടിന്റെ പരസ്യം തരും. ഇതിന്റെ ഡാറ്റ ആർക്കാ പോകുന്നത്? ഞാൻ ഭയപ്പെടുന്ന വേറൊരു സ്ഥലം കൂടെയുണ്ട്. 2-3 പ്രാവശ്യം പുള്ളി മെൻഷൻ ചെയ്യുന്നുണ്ട്. പ്രോബബ്ലി ഐ ആം ഗോയിങ് ടു ഇമ്പോസ് ഡിജിറ്റൽ ടാക്സ്. ഇവിടെ നമ്മൾ വായിക്കണം, ഡിജിറ്റൽ ടാക്സ്. നമ്മുടെ ഈ ട്രംപച്ചായന്റെ പണിക്ക് നമ്മുടെ ഈ ട്രേഡേഴ്സ് എന്തെങ്കിലും മറുപടി കൊടുത്തിട്ടുണ്ടോ? അങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റിയ ഒരു സ്ഥാനത്തല്ല പുള്ളിയുള്ളത്. ഇല്ലെങ്കിൽ എപ്പോൾ പണി തന്നെ നമ്മൾ മലയാളികൾ. ദാറ്റ്സ് നോട്ട് ദാറ്റ് ഈസി വേ. കാരണം അയാൾക്ക് ഒരു സ്ഥിരതയില്ല എന്ന് പറയുന്നതല്ലല്ലോ നാളെ പറയുന്നത്. അപ്പോൾ വി ആർ നോട്ട് ഏബിൾ ടു കാൽക്കുലേറ്റ് എന്താണ് ഇനി അടുത്ത നടപടി എന്ന് പറയുന്നത്. ഒരു കൊച്ചുകുട്ടിയുടെ വാശിയോടെയാണ് അദ്ദേഹം എല്ലാ ദിവസവും പറഞ്ഞു, എനിക്കത് തന്നില്ലെങ്കിൽ ഞാൻ താരിഫ് വയ്ക്കും. അതുകൊണ്ടാണ് പുള്ളി ഇപ്പം നോൺ ആസ് പ്രസിഡന്റ് ഡൊണാൾഡ് താരിഫ് ട്രംപ് എന്നാക്കി. ഓക്കെ, സോ അത് അങ്ങനെയല്ല അതൊക്കെ. പക്ഷേ ഇതൊക്കെ നല്ലതാണ്, നമ്മുടെ ഇൻഡസ്ട്രിക്ക് നല്ലതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ മാതിരി നമ്മളുടെ ടോട്ടൽ എക്സ്പോർട്ടിൻ്റെ ഏറ്റവും അവസാനം കിടക്കുന്ന ഒരു 22-23,000 crore മാത്രമാണ് അമേരിക്കയ്ക്ക് പോകുന്നത്, റൈറ്റ്? അപ്പോൾ അതൊരു വലിയ എമൗണ്ട് അല്ല കമ്പയർഡ് ടു അതർ പ്രൊഡക്ട്സ്. എഞ്ചിനീയറിങ്സ്, ടെക്സ്റ്റൈൽസ്, പിന്നെ ആഭരണങ്ങൾ, യു നെയിം ഇറ്റ്, എല്ലാം അമേരിക്ക ഫോർമുലേഷൻ. അതിനൊന്നും ടാക്സ് ഇല്ല കേട്ടോ. അവർക്ക് ആവശ്യമുള്ളതിനൊന്നും ടാക്സ് ഇല്ല, ബാക്കി എല്ലാവർക്കും അടിച്ചു കയറ്റി. അല്ല, അത് ആ വാചകത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണല്ലോ അതിന്റെ ഇന്നത്തെ അവസ്ഥ മനസ്സിലാക്കുമ്പോൾ. 21 അല്ലെങ്കിൽ ആ ഒരു എമൗണ്ട് 21,000 സംതിങ് CR അല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറയുന്നുള്ളൂ. അതെ, 73-80 വരുന്ന ഡ്രഗിന് ഇല്ല ടാക്സ്. ബിക്കോസ് സീറോ ടാക്സ് ആണോ? അത് സീറോ ആണ്. കാരണം എന്ന് വെച്ചാൽ അത് എസെൻഷ്യൽ പ്രൊഡക്റ്റാണ്. ഇല്ലെങ്കിൽ അവിടെ മരുന്നിന് വില കൂടും. ഇപ്പം തന്നെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇമ്പാക്റ്റുകൾ എല്ലാവരും പറയുന്നു, ഞാൻ പലപ്പോഴും കേൾക്കുന്നുണ്ട് ഇങ്ങനെ 1000കണക്കിന് ടൺ കെട്ടിക്കിടക്കുന്നു. അങ്ങനെ ഇല്ല. കാറ്റഗറിയിൽ കേൾക്കാൻ ടെല്യൂ അങ്ങനെ ഒരു ഇല്ല. കാരണം ഞങ്ങളുടെ സീ ഫുഡിൽ കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ഈ ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ഹാർവെസ്റ്റിംഗ് കുറഞ്ഞിരുന്നു, ക്വാണ്ടിറ്റി കുറഞ്ഞു വന്നിരുന്നു. ഈ അൺസർട്ടനിറ്റി ആൾക്കാർ മണത്ത് മനസ്സിലാക്കിയ പലരും ഫാർമേഴ്സും കുറേ മീനിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ചെമ്മീൻ്റെ കുറച്ച് അവൈലബിലിറ്റി കുറച്ച്, മേ ബി 20%. പ്രൊഡക്ഷൻ ഇല്ല. അവർ ആ പാടത്ത് ചെമ്മീന് പകരം മീൻ വെച്ചു. ഓക്കെ, അപ്പോൾ മീൻ വളർത്തുന്നു, അത് ലോക്കൽ മാർക്കറ്റിലേക്ക് പോകുന്നു. ദെൻ ആൾസോ ദർ ആർ എക്സ്പോർട്ടിങ്, കുറച്ച് രാജ്യങ്ങളിലേക്ക് കയറുന്നുണ്ട്. നമ്പർ 2, സം ഓഫ് ദ ഫാർമർ ദേ കൺവേർട്ടഡ് ടു ബ്ലാക്ക് ടൈഗർ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ പ്രൊഡക്റ്റിലേക്ക് പോയി. അതാണ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, നല്ലതാണ്. ഇന്ത്യ കിട്ടുന്നതിൽ ബ്ലാക്ക് ടൈഗർ പ്രോസസ്സിലേക്ക് പോയി. വനാമയുടെ അവൈലബിലിറ്റി കുറച്ച് കുറഞ്ഞു. അപ്പോൾ 2 മാസം നമുക്ക് കുറച്ച് സ്കേഴ്സിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അടി കിട്ടിയെന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇഷ്ടംപോലെ കോൺട്രാക്റ്റുകളുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ അമേരിക്ക, വി ആർ ലോഡിങ് ടു മെനി അതർ കൺട്രീസ്. ഏഷ്യൻ കൺട്രീസിലേക്കുണ്ട്, ആഫ്രിക്കൻ കൺട്രീസിലേക്കുണ്ട്, ആൻഡ് യൂറോപ്പ് ഈസ് വൺ ഓഫ് ദ ബിഗസ്റ്റ്. യു ക്യാൻ യൂറോപ്പ് കൺട്രീസ് താരിഫ് വളരെ കുറവല്ലേ? താരിഫില്ല അവിടെ, താരിഫ് ഇല്ലാത്ത കൺട്രി അവിടെ ചെറിയ ഡ്യൂട്ടി ഉണ്ട്, ബട്ട് താരിഫ് ഇല്ലാത്ത രാജ്യങ്ങൾ. അപ്പോൾ ആ പെൻഡിങ് കോൺട്രാക്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. എനി കമ്പനി സോളിഡ്, ഇപ്പം ഇന്ത്യയിലൊരു 10 വൻകിട കമ്പനികളുണ്ട്, ഒരു 10-12 എണ്ണം. അവർ മാത്രമേ ഏകദേശം ഒരു 40-50% or 40-45% ഓഫ് ടോട്ടൽ എക്സ്പോർട്ട് ചെയ്യുന്നവരാണ്. ഹ്യൂജ് കമ്പനീസ്. ഓരോ ഫാക്ടറിയിൽ 2000-3000 പേര് ജോലി ചെയ്യുന്ന കമ്പനികളാണ്. അവർക്കും 3-4 ഫാക്ടറികളുണ്ടാവും. ആൻഡ് ദേ ഓൾ ടൈഡ് അപ്പ് വിത്ത് സൂപ്പർ മാർക്കറ്റ് ചെയിൻസ് ലൈക്ക് വാൾമാർട്ട്, അല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനെയുള്ള ഒരുപാട് കമ്പനികൾ, സിസ്കോ, അങ്ങനെ കുറേ ഉണ്ടല്ലോ. ഇവരായിട്ട് കോൺട്രാക്റ്റ് ഉണ്ട്, ആനുവൽ കോൺട്രാക്റ്റ്. അത് ഇന്ന മാസം ഇത്ര ക്വാണ്ടിറ്റി ഞങ്ങൾക്ക് തന്നിരിക്കണം. ഇവർക്കൊക്കെ അടി കിട്ടി. കാരണം താരിഫ് വെച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, താരിഫ് നിങ്ങളുടെ ചുമതലയാണ്, ഞങ്ങൾ പ്രൊഡക്റ്റ് തരാമെന്ന് പറഞ്ഞു, തന്നേക്കാം. ഇനി നിങ്ങളുടെ പ്രസിഡന്റ് കൂട്ടാൻ പറഞ്ഞു, അത് നിങ്ങളുടെ പ്രസിഡന്റ് ചോദിക്കണം. അപ്പോൾ നിങ്ങൾ 50 രൂപ കൂട്ടാൻ പറഞ്ഞാൽ നിങ്ങൾ കൂട്ടിക്കോ, പുള്ളി 100 കൂട്ടാൻ പറഞ്ഞാൽ കൂട്ടിക്കോ. അതർവൈസ് വി ആർ നോട്ട് ലോഡിങ്. അവിടെ കർക്കശമായ ശക്തമായ ഒരു തീരുമാനം സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ എടുത്തു. അതിപ്പോഴും പരിപാലിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായി, ഈ സൂപ്പർ മാർക്കറ്റിൽ സാമാനം ചെല്ലുന്നില്ല, ഇത് കൺസ്യൂമർ കൊടുക്കണമല്ലോ. ദേ ഹാവ് ദെയർ ഓൺ കമ്മിറ്റ്മെൻറ്റ്. അവർ കിട്ടാണ്ടായിപ്പോൾ ഇപ്പോൾ അവരെന്ത് പറഞ്ഞു, നിങ്ങൾ മെല്ലെ കയറ്റിക്കോ. പക്ഷെ ഒന്ന് മെല്ലെ കയറ്റാമോ, കാരണം ബൾക്ക് ഓർഡർ അടിക്കരുത്. ദേ ആൾസോ ലൂസ് മണി. അവിടെ വില കൂടുന്നു. Who is going to pay all the prices? The consumer in America, not us. ശരിക്കും താരിഫ് ഇപ്പൊ എഫക്റ്റ് ആവുന്ന അവർക്കാണ്. അതെ, അതാണ് എൻ്റെ വ്യത്യാസം. വി കാൺ ഡു എനിത്തിങ്. നമുക്കുടെ കോസ്റ്റും ഒരു ചെറിയ പ്രോഫിറ്റ് ഇട്ടിട്ട് അത് കയറ്റുന്നത്. വി കാൺ പേ ദാറ്റ് കൈൻഡ് ഓഫ് താരിഫ്. അപ്പോൾ ഞങ്ങളുടെ അസോസിയേഷൻ, അതായത് സീ ഫുഡ് എക്സ്പോർട്ട് അസോസിയേഷൻ തീരുമാനിച്ചു, ഞങ്ങൾ പേയ്മെൻറ്റ് ചെയ്യില്ല. ആർക്ക് നിങ്ങളുടെ രാജ്യങ്ങൾ റെസ്പെക്റ്റീവ് കൺട്രീസിൻ്റെ തീരുമാനങ്ങൾ എന്താണോ അതനുസരിച്ച് ഞങ്ങൾ കയറ്റിത്തരാം.
താരിഫും ഡ്യൂട്ടിയും ടാക്സൊക്കെ നിങ്ങൾ തന്നെ വെച്ചോ, കുറയ്ക്കുക കൂട്ടൊക്കെ ചെയ്തു. പക്ഷെ അപ്പോൾ ക്വാണ്ടിറ്റി കുറഞ്ഞു. അതിൻ്റെ ഇമ്പാക്റ്റ് അതാണ്. ഇപ്പോൾ ഇത്രയും കാലം കയറ്റിക്കൊണ്ടിരുന്ന മാതിരി ക്വാണ്ടിറ്റി കയറില്ല. ഞാൻ നേരത്തെ പറഞ്ഞത് അത് തന്നെയാണ്. അതൊക്കെ നല്ലതാണ്. ഒരു ക്ലീനിങ് സെഷൻ നടക്കും. ഇന്ത്യ ഇപ്പോൾ നമ്മളൊക്കെ വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്. അതർ ദാൻ അമേരിക്കൻ മാർക്കറ്റ്, വി ക്യാൻ ഡെവലപ്പ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. വി ആർ ഇൻ ടു ദാറ്റ്. ഞാൻ പേഴ്സണലി ബ്രസീൽ, പെറു, അങ്ങനെ അർജൻറ്റീന, അവർക്ക് മെക്സിക്കോ, വേറെ അനദർ മാർക്കറ്റ് ഈസ് ഹ്യൂജ്. പക്ഷേ അതിനൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നമുക്ക് കുറച്ച് പേപ്പർ വർക്കുകൾ ചെയ്യാനുണ്ട് ടു ഗെറ്റ് എൻ റീ എൻട്രി അപ്രൂവൽ ഫോർ റഷ്യൻ കൺട്രീസ്. നമുക്കൊരു ചെറിയ ടെക്നിക്കൽ ഫോൾട്ടേക്ക് എടുക്കാം. ഖത്തർ നമുക്ക് കയറ്റാൻ പറ്റുന്നില്ല. സൗദി അറേബ്യ കയറ്റാൻ പറ്റുന്നില്ല. കസാക്കിസ്ഥാൻ, ഐ എം ഓൾറെഡി ഡൂയിങ് ബിസിനസ് വിത്ത് കസാക്കിസ്ഥാൻ, അസർബൈജാൻ, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, അർമേനിയ, ഇങ്ങനെയുള്ള കുറേ രാജ്യങ്ങളിൽ പോകുന്നുണ്ട്. വേറെ എന്ന് വെച്ചാൽ നമ്മൾ ഷിപ്പ് ചാനൽ, അതായത് ടൂറിസ്റ്റ് പോകുന്ന വെസലുകളില്ലേ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടല്ലോ. അപ്പം അവിടേക്ക് സപ്ലൈ ചെയ്യുന്നതിന് ആർക്കും ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ടൂറിസ്റ്റുകളാണല്ലോ, അതൊരു കൺട്രി ഓഫ് ഒറിജിനലല്ലല്ലോ നിൽക്കുന്നത്, അതിങ്ങനെ ഒഴി നടക്കണമല്ലോ. ഫ്ലൈറ്റിൽ ചാർട്ടർ ചെയ്യുന്ന, ഇപ്പോൾ ഫ്ലൈറ്റിൽ മീനൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ, ഇതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് അമേരിക്കയിൽ, വേറെ രാജ്യങ്ങൾക്കൊന്നും പ്രശ്നമല്ല. അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ഇങ്ങനത്തെ പ്രൊഡക്റ്റുകൾക്ക് ഇഫ് ഇറ്റ് ഈസ് ഫോർ ദ ടൂറിസ്റ്റ് പർപ്പസ് ദേ ഡോണ്ട് ഹാവ് ടു പേ ടാക്സ്. ഇതൊക്കെ ഒന്നും കുറച്ചുകൂടി ഡെവലപ്പ് ചെയ്യാം. കാരണം ദേ ആർ സോഴ്സിങ് ഫ്രം ഓൾ ഓവർ ദ വേൾഡ്. ഇപ്പോൾ കുറച്ചും കൂടി ഇന്ത്യൻ കമ്പനികളൊക്കെ കുറച്ച് ഇൻവോൾവ് ചെയ്താൽ ഒരു പരിധി വരെ നമുക്കത് പിടിച്ചു നിൽക്കാം. നമ്മുടെ ഒരു ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ടുള്ള കച്ചവടം വേണ്ടാന്ന് തന്നെയാണ് നമ്മുടെ പിന്നെ പ്രധാനമന്ത്രിജി പറഞ്ഞ മാതിരിയുള്ള നമ്മളുടെ എല്ലാ ജിമാരും പറയുന്നത്. അതൊക്കെ ഭയങ്കര സപ്പോർട്ടാണല്ലോ. വി ആർ ഹെഡ് ഓൺ. അതെ, ലോകത്തെ കാരണത്ത് നമ്മൾ അറിയാത്ത രാജ്യങ്ങളിലൊക്കെ പോയി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെ, വലിയ സപ്പോർട്ടാണല്ലോ. പിന്നെ ഇതിന് കുറച്ച് നാൾ മുമ്പാണെങ്കിലും ഫുൾ ഒരു ഉപരോധം വന്നപ്പോഴും നമ്മുടെ മാർക്കറ്റിൽ നിന്ന് അല്ലെ ശരിക്കും ഒന്നും ഇല്ലാതിരുന്ന അവസ്ഥയിൽ നമ്മൾ 2 വർഷം കൊണ്ടോ അല്ല നമുക്ക് യൂറോപ്യൻ ഒരു പണി തന്നു. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ത്യൻ പ്രൊഡക്റ്റ് വേണ്ടാന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു ഇപ്പൊക്കാട് ഇടിഞ്ഞു വീഴുന്നു. നത്തിങ് ഹാപ്പൻ. നമ്മൾ ആൾട്ടർനേറ്റീവ് കണ്ടുപിടിക്കും. നമ്മളൊരു ചൊല്ലുണ്ടല്ലോ മലയാളത്തിൽ, വാകേറിയ ദൈവം എരതരും, അത്രയുള്ളൂ. വി വിൽ ഫൈൻഡ് എ വേ ഔട്ട്. അതിന് ഞാൻ ചൊല്ലും. പക്ഷെ അതിൻ്റെ സാങ്കേതികമായിട്ടും പിന്നെ ബിസിനസ് പരമായിട്ടും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് സഹിക്കാൻ എല്ലാവരും കൂടെ ഒന്ന് മനസ്സ് വെച്ചാൽ മതി, ഒന്നും കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ഇവിടെ നടക്കാൻ പോണ ഒരു കാര്യം കൊണ്ട് പറയാം. ഇന്ന് ട്രംപച്ചായനാണ്. ഇന്ന് ട്രംപച്ചായ എണീറ്റ് വന്നപ്പോൾ പുള്ളിക്ക് തോന്നി ഇങ്ങനെ, ഇന്നലെ അദ്ദേഹം പറയണ്ടായി, മിനറൽസ് ആൻഡ് മെറ്റൽസ് ചൈന ഞങ്ങൾക്ക് കയറ്റി തന്നില്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ 200% ടാക്സ് ചൈനയ്ക്ക്. ഇയാളിന്ന് കളിപ്പാട്ടാണ് വിൽക്കുന്നത് ഈ മാർക്കറ്റിൽ. എനിക്ക് ഈ സാധനം മറ്റേ പാവ തന്നില്ലെങ്കിൽ ഞാനിന്ന് ചോറ് തരില്ല. ശരിക്കും അതാണ്. സോ ആ മെൻറ്റാലിറ്റിയിൽ കളിക്കുമ്പോൾ ഞാൻ ഭയപ്പെടുന്ന വേറൊരു സ്ഥലം കൂടെയുണ്ട്. അതിൽ പറയാം. 2-3 പ്രാവശ്യം പുള്ളി മെൻഷൻ ചെയ്തിട്ടുണ്ട്, പ്രോബബ്ലി ഐ ആം ഗോയിങ് ടു ഇമ്പോസ് ഡിജിറ്റൽ ടാക്സ്. ഇവിടെ നമ്മൾ വായിക്കണം. ഡിജിറ്റൽ ടാക്സിസ് ഇതിനേക്കാൾ ഇത് ആഹാരമാണ്, അവർക്കും കൂടി ആവശ്യമുള്ളതാണ്. നമുക്ക് ഡിജിറ്റൽ ടാക്സ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ മൊബൈൽ ഫോൺ. നിങ്ങളൊരു വർഷങ്ങൾക്ക് മുമ്പ് മൊബൈൽ ഫോൺ നമ്മൾ ആരും യൂസ് ചെയ്തില്ലായിരുന്നു, റൈറ്റ്? ആൻഡ് വി ഡിഡ്ന്റ് നോ ഹൗ ടു യൂസ് ഇറ്റ് ഈവൻ. അതൊക്കെ വന്നപ്പോൾ ഭയഭക്ത ബഹുമാനങ്ങളോടെ ആരാധിച്ചിട്ടാണ് ഈ മൊബൈൽ ഫോൺ നമ്മൾ വെച്ചത്. ഇന്ന് ഇറ്റ്സ് പാർട്ട് ഓഫ് യുവർ ലൈഫ്. നിങ്ങൾക്ക് മൊബൈൽ ഫോണില്ലെങ്കിൽ മനസ്സമാനം കിട്ടില്ല, ഒഴിവാക്കാൻ പറ്റാത്ത. നിങ്ങൾ എവിടെയെങ്കിലും മറന്നുപോയാൽ, പെണ്ണമ്പള്ള മറന്നു വെച്ചാലും മക്കളെ മറന്നാലും ഈ സാധനം എടുത്തിട്ട് പോകും. അത് അപകടമാണല്ലോ ഇപ്പോൾ. ഹൗ ഹൂ ഡിസൈൻ ദിസ്? ഈ കമ്പനീസ് ആയിരിക്കും. Everybody, the people who design this business design and they converted to you as a slave of the system. ആണോ? എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെയാണ്. ഇപ്പോ who designed? They took their own pace. അവരുടെ ടൈം എടുത്തു. ഒരു വർഷങ്ങളോളം ഗവേഷണം ചെയ്തു. നിങ്ങൾ എന്ത് ചെയ്താലും അവൻ ക്യാച്ച് ചെയ്തിട്ട് അൽഗോരിതം വിടുന്നുണ്ട്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, നിങ്ങൾ ഷർട്ട് വാങ്ങിച്ചാലും എവിടെ പോയാലും എന്ത് സ്പെൻഡ് ചെയ്താലും ആരെ വിളിച്ചാലും ഏത് ഫോട്ടോ എടുത്താലും നിങ്ങൾ ആയിരിക്കും ഡിലീറ്റ് ചെയ്തെല്ലാം പോകുന്നു. മക്കളെ മാറില്ല. ദിസ് ഈസ് സംബഡി എൽസ് കീപ്പിംഗ് ആസ് എ ഡാറ്റ, റൈറ്റ്? ഇപ്പോൾ ക്ലൗഡിൽ കിടപ്പുണ്ട്. ഹൂ ഓൺ ക്ലൗഡ്സ്? ഹൂ ഓൺ ദി അൽഗോരിതം? ഹൂ ഓൺ ദ ഡാറ്റ? ഇന്ത്യയുടെ കയ്യിലേ ഇല്ല. ജസ്റ്റ് ഇമാജിൻ, അദ്ദേഹം ഒരു ഡിജിറ്റൽ ടാക്സ് ഇടുന്നു എന്ന് വിചാരിക്കുക. 3-4 പ്രാവശ്യമായി അദ്ദേഹം പറയുന്നുണ്ട്, ഐ വിൽ ഈവൻ ഇമ്പോസ് ഡിജിറ്റൽ ടാക്സ്. ഈ സാധനം യൂസ് ചെയ്യാൻ, including all social media, not owned by Indian companies, it's everything owned by American companies. അയാൾ ഡയറക്റ്റ് ചെയ്യില്ല. ആ കമ്പനീസിനെ അയാൾ പറയും, എത്രയുണ്ട് നിങ്ങൾക്ക് കൺസ്യൂമേഴ്സ്?
സാറ് ഒരു 1 ബില്യൺ ഉണ്ട്, പേ 3 ബില്യൺ or 1 trillion to American government as a tax and you collect from the consumers. അപ്പോൾ നമ്മൾ ശരിക്കും ലോകത്തിന് കൊടുക്കുന്ന ഒരു ചുങ്കാണ്. ശരി, ലോകത്തിന് ചുങ്കം Exactly. Now you cannot avoid this. You end up paying. Yes or no? അതായത് അവിടെ ചെയ്യാൻ ഫേസ്ബുക്ക് നിങ്ങൾക്ക് ഈ സാധനം ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നിങ്ങളുടെ മൈൻഡിനെ, നിങ്ങളുടെ ലൈഫിനെ someone designed it. Yes? Yes. ഇനി ഈ സാധനം ഇല്ലാണ്ട് നമുക്ക് ജീവിതം ഇല്ലാന്ന് തീരുമാനിച്ചല്ലോ. അക്കൗണ്ട് വേണം. നിങ്ങളുടെ ഓൺ നമ്പർ പോലും, നിങ്ങളുടെ നമ്പർ അറിയാം, വീട്ടിലെ നമ്പർ പോലും മറന്നുപോയ പല ആൾക്കാർ അറിയാം, അതെ അതെ അതെ. കിട്ടുന്നില്ല. കാരണം അത് കൺവീനിയൻ്റ് നമ്മൾ മറന്നുപോയി, മറക്കപ്പെട്ടു. അത് പലരും മറക്കാൻ നിങ്ങൾ ഡിസൈൻ ചെയ്തു കഴിഞ്ഞു. ഇമാജിൻ സോഷ്യൽ മീഡിയ ഇല്ലാത്തൊരു കാലം നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റില്ല. ഇതുപോലും സോഷ്യൽ മീഡിയക്കിടെ പോകുന്ന ഇൻ്റർവ്യൂ ഫോർ വിച്ച് യു ഹാവ് ടു പേ. അവർ പറയുന്നതാണ് അതിൻ്റെ ഇത്. അതായത് നമ്മളിപ്പോ സതീഷേട്ടാ ഈ പറഞ്ഞ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും Everything. ആപ്പ് ഉപയോഗിക്കുന്നതിന് നമ്മൾ Everything. ഓരോ മാസം ടാക്സ് ഗവൺമെന്റിലേക്ക് അടയ്ക്കുക എന്ന് How പറയുന്നത് much money they earn, how much money they are going to make. അവിടെയുള്ള ഡെഫിസിറ്റ് മാറ്റാൻ ഇയാൾക്ക് ഇങ്ങനെ കുതന്ത്രങ്ങളിൽ കൂടെ പോകത്തുള്ളൂ. ഇതിനെ കവർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്ത്യ ഹാസ് ടു ഫൈൻഡ് വേ ഔട്ട് ടു കൺട്രോൾ ദ ഡാറ്റ. ഞാൻ വേറൊന്ന് പറയാം. ഒരു നിമിഷം ഇപ്പോൾ ബാങ്കിങ് നമ്മൾ ഗൂഗിൾ പേ ചെയ്യുന്നു, അല്ലെങ്കിൽ വട്ടെവർ ദ വേ, ഇതിൻ്റെ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ബെൽജിയം ബ്രസൽസ് ആണ് അതിൻ്റെ കേന്ദ്രം, സ്വിഫ്റ്റ് പേയ്മെൻറ്റ് സിസ്റ്റം. ദ സ്വിച്ച് ഓഫ്, ബാങ്ക് സിസ്റ്റം അന്ന് കൊളോസ് ആവും. നോ പേയ്മെൻറ്റ് വിൽ ടേക്ക് പ്ലേസ്. ഡിജിറ്റലി ഇപ്പം എല്ലാം ഡിജിറ്റലായി, സ്വിച്ച് ഓഫ്. ദേ ക്യാൻ മാനിപ്പുലേറ്റ് തിങ്സ്. പക്ഷെ അപ്പം അല്ല, ഇതൊക്കെ നേരത്തെ കണ്ടുകൊണ്ടാണോ ഈ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞത് കുറച്ച് സോഷ്യൽ മീഡിയ അടക്കമുള്ള കാര്യങ്ങൾ എക്സാക്ട്ലി ഇന്ത്യ ഓൺ ചെയ്യണം, ടെക്നിക്കലായിട്ട് അവിടെ, അല്ലെങ്കിൽ യൂത്തിന് ഒരു വെല്ലുവിളി വിളിച്ചുകൊണ്ട്? അവിടെയാണ് ഇന്ത്യ ഗവൺമെൻറ് ഈസ് ഡൂയിങ് വെരി വെൽ ഓൺ ഇറ്റ്. അപ്പാർട്ട് പൊളിറ്റിക്സ് എല്ലാം വിടാം. ഈവൻ കേരള ഗവൺമെൻറ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു 2 ദിവസം മുമ്പ്. വൺ ഓഫ് ദ റീസൺ വൈ ഐ വാണ്ട് ടു മീറ്റ് ഔട്ട് ഓഫ് ദ പീപ്പിൾ, ബിക്കോസ് ദ AI എന്ന് പറയുന്നത് ദൈവത്തോർത്ത് ChatGPT അല്ല AI. ഓക്കെ, AI ഈസ് വിത്തിൻ us. ഇത് AI ഈസ് വർക്കിംഗ് ഇൻ യുവർ മൊബൈൽ ഓൾറെഡി. ഇനി ഹൗ ടു ഫ്രെയിം ദ ക്വസ്റ്റ്യൻ ഈസ് AI, നോട്ട് ഗെറ്റ് ദ ആൻസർ. യു ഷുഡ് ബി ഏബിൾ ടു ഫ്രെയിം ദ ക്വസ്റ്റ്യൻ. ഇതിനെ പഠിപ്പിക്കാൻ ഇവിടെ ആരുമില്ല. ഈ ചുട്ട അപ്പം മാതിരി പാതി വെന്ത കിഴങ്ങുകൾ ഇങ്ങനെ ഓൺലൈനിൽ കിടപ്പുണ്ട്. ഇത് ഫ്രീ ആയിട്ട് പഠിച്ചുകൊണ്ടാണ് എല്ലാവരും ഞാൻ AI പഠിക്കും, AI മാർക്കറ്റിംഗ്. നോ, യു ആർ നോട്ട് ഈവൻ നിയർ ബൈ AI. AI കവർ ചെയ്യുന്ന സാധനങ്ങൾ വന്നു കഴിഞ്ഞു. ഇപ്പോൾ തന്നെ AI ഔട്ട്ഡേറ്റഡ് ആവുന്നു. ഇനി AI ഇപ്പോൾ അതിനെക്കുറിച്ച് വേറെ ഒരുപാട് സംസാരിക്കാനുണ്ട്. ഐ ക്യാൻ ബ്രിങ് ദ എക്സ്പേർട്ട്. AI എന്ന് പറയുന്നത് നമ്മുടെ പാർട്ട് ഓഫ് ലൈഫിലുണ്ട്. ബിക്കോസ് വി ആർ നോട്ട് അൺനോയിങ്ലി വി ആർ യൂസിങ് ഇറ്റ്, റൈറ്റ്? ഇതിൻ്റെ ഡാറ്റ ആർക്കാണ് പോകുന്നത്? നിങ്ങൾ ഓരോ പ്രാവശ്യം ചോദിക്കുന്നതിനും ആൻസറുകൾക്കും ക്വസ്റ്റ്യനുകളും എല്ലാം അൽഗോരിതത്തിൽ കയറുന്നുണ്ട്. നിങ്ങളിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ഒരു ഷർട്ടിനെ കുറിച്ചാണെങ്കിൽ ഒരു കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഷർട്ടിൻ്റെ പരസ്യം വരും. ഞാൻ 10 വർഷം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കാർഡ്, വിസ കാർഡ് കേരളത്തിലും തമിഴ്നാട്ടിലും എൻ്റെ കമ്പനിയായിരുന്നു SSP, സോൾ സർവീസ് പ്രൊവൈഡർ ആയിരുന്നു ഞാൻ. ദി എമൗണ്ട് ഓഫ് ഡാറ്റ, ദി എമൗണ്ട് ഓഫ് ദി ഇൻഫർമേഷൻ വി കളക്റ്റഡ് ഡ്യൂറിങ് ദാറ്റ് 10 year ഓഫ് എൻ്റെ പീരിയഡിൽ ഇറ്റ്സ് എനോമസ്. ഇറ്റ്സ് ഗോൾഡ് മൈൻ. ആലോചിച്ച് നോക്കൂ. അങ്ങനെ എല്ലാ കാര്യത്തിലും ഉണ്ട്. കാരണം നമ്മളൊരു ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വിദേശത്തേക്ക് ഒരു വിസ വന്നു കഴിഞ്ഞാൽ, Exactly. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം സ്കാർപ്പിയ കാർഡിന്റെ ആപ്ലിക്കേഷൻ അടക്കം വരുന്നു. കാരണം ഞാൻ അപ്ലൈ പോലും ചെയ്തിട്ടില്ല. പിന്നെ നാം നോക്കുമ്പോൾ അതിന്റെ ഗുണങ്ങളൊക്കെ മനസ്സിലാക്കി നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്ലൈ. ഈ ഡാറ്റ ആരുടെ കയ്യിലുള്ളത്? കൺട്രോൾ വിത്ത് വെസ്റ്റേൺ വേൾഡ്. ഇന്ത്യയുടെ കയ്യിൽ ഇല്ല. സോ ദേ ആർ ഡിസൈനിങ് യു. They are sending the ads, they are sending the everything, and for which you get attracted to buy, take the service. Okay? ഇതൊന്ന് സ്വിച്ച് ഓഫ് ചെയ്തെന്താവും? നിങ്ങൾക്ക് വട്ടാവും. ആൻഡ് യു എൻ്റെ പേയിങ് മോർ. ഇതിനെ കവർ ചെയ്യാൻ കേരള ഗവൺമെൻറ് ഭയങ്കര ബഡ്ജറ്റായിട്ട് വരുന്നുണ്ട്. അതിനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റൂ. റീസെൻ്റ്ലി ഒരു ഫ്യൂ മീറ്റിംഗ്സ് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഈവൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയൊക്കെ എടുക്കുന്ന ഡിസിഷൻ AI പഠിപ്പിക്കുക പിള്ളേരെ. അത് ഇൻഡിജിനസ് മെഷീൻ, നമ്മളെല്ലാം ഓൺലൈനിലല്ല പഠിക്കേണ്ടത്. അതിനൊരു ഫിസിക്കലായിട്ട് പഠിപ്പിക്കുന്ന സാധനങ്ങൾ വരുന്നുണ്ട് വെരി വെരി സൂൺ. അതൊക്കെ കവർ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ബസ് മിസ്സാവാണ്ട് ആ വണ്ടി കയറി പോകാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പിള്ളേർ ആരോ ചുട്ട അപ്പം കഴിച്ചിട്ട്, ആരോ പാതി വെന്ത് കിഴങ്ങും കഴിച്ചിട്ട് വേറൊരാൾ ഡിസൈനിലാണ് നമ്മൾ പഠിക്കുന്നത്. വി ഡോണ്ട് ഹാവ് അവർ ഓൺ ഡിസൈൻ. അതിൻ്റെ ഏറ്റവും പെയിൻഫുള്ളായ സാധനം ഇന്ത്യക്കാരാണ് അമേരിക്കയിൽ പോയിട്ട് ഇത് ചെയ്യുന്നത്. മനസ്സിലായോ? ഇന്ത്യക്കാരാണ് ഇതിൻ്റെ ഹോൾ ഡിസൈൻ ചീഫ്മാർ. ബട്ട് ദേ ആർ ഓൾറെഡി എൻ അമേരിക്കൻ സിറ്റിസൺ. ദേ വാണ്ട് ടു പ്രൊട്ടക്ട് ദെയർ കൺട്രി. അവർ ഇന്ത്യയുടെ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാവും. പക്ഷെ അറിയാവുന്ന പോലീസുകാരനായിരിക്കും 2 ഇടി കൂടുതൽ ഇടിക്കുക.
അല്ലേ? അതെ അതെ. അതുകൊണ്ട് ശ്രദ്ധിക്കുക. കഴിവതും ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ കഴിവതും അമേരിക്കൻ സർവീസുകൾ അല്ലെങ്കിൽ വെസ്റ്റേൺ, ഐ വിൽ നോട്ട് സേ അമേരിക്കൻ, എനി വെസ്റ്റേൺ യൂസേജ്, അവിടുത്തെ ഒറിജിൻ യൂസേജുകൾ കഴിവതും ഉപേക്ഷിക്കുക. കാരണം യു ആർ പ്രൊട്ടക്റ്റിംഗ് യുവർ സെൽഫ്, യു ആർ പ്രൊട്ടക്റ്റിംഗ് യുവർ കിഡ്സ് ടുമാറോ.